ഇതുണ്ടോ ഇൻഷുറൻസും അതുപോലെ ടാക്സും അതുപോലെ തന്നെ ശരിക്കും അയർലൻഡിന് ഗ്രാമ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. നാട്ടിലെ ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ഇതുപോലത്തെ സീറ്റാണ്. ഇവിടുത്തെ വണ്ടികളുടെ എമർജൻസി എക്സിറ്റ് കണ്ടോ, ആകെ ഇത്രേ തുറക്കത്തുള്ളൂ ഗ്ലാസിൻ്റെ ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിലേക്ക് പോവുകയാണ്. മാതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കഴിഞ്ഞ പോലെ ഇതേപോലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്നാണ് പോകുന്നത്, ബസ്സിലാണ് പോകുന്നത്. അങ്ങനെയുള്ളൊരു കിടിലൊരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വണ്ടി ഇവിടെ പാർക്കൊക്കെ ചെയ്തിട്ട് ഇതാണ് നമ്മൾ വരുന്ന പള്ളി. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പുറത്ത് കിടക്കുന്ന ബസ് കണ്ടോ, ആ ബസ്സിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. 2 വണ്ടിയാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം ഈ വണ്ടി ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനി അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അനുജേ, തണുപ്പുണ്ട് രാവിലെ? ഇല്ല, ആണോ? സെറ്റ്. രാവിലെ അന്നേരം നമ്മൾ ബെസ്റ്റ് മീത്തിലുള്ള പമ്പിൻ്റെ വന്നിട്ട് നമ്മൾ ക്ഷാൻ വേണ്ടി കയറിയതാണ്. എന്നിട്ട് സ്നിക്കേഴ്സൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മുടെ വണ്ടി വന്നു കേട്ടോ. അതെല്ലാം പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റാണ് സമയം പറഞ്ഞത്. അപ്പോൾ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ്. ഈ 2 വണ്ടിയാണ് ബ്രെയിന്ന് വന്നത്. നമ്മൾ വന്നേക്കുന്നത് ഈ പുതിയ വണ്ടിയിലാണ്. നമുക്ക് അകത്തേക്ക് കയറാം. നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന N4-ലൂടെയാണ് കടന്നു പോകുന്നത്. നാഷണൽ വേ 4 എന്ന് പറഞ്ഞ ലൈനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇതുണ്ട്, വശങ്ങളിലൂടെ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഒക്കെ ഇവിടുത്തെ പഴയകാല മോഡൽ തോന്നിപ്പിക്കുന്ന വീടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു കൗണ്ടി സൈഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏകദേശം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ബ്രേ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നോക്കിലേക്കാണ് പോകുന്നത്. ഏകദേശം 200 കിലോമീറ്റർ 250 കിലോമീറ്റർ മേളിലുണ്ട്. നമുക്ക് ഏകദേശം 3 മണിക്കൂർ എടുക്കും നമ്മൾ കവർ ചെയ്ത് വരാൻ വേണ്ടി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ഇവിടെ ഫുള്ള് ഗ്രീനറിയാണ്, എവിടെയും ഗ്രീനറി. ഇതുണ്ട്, സൈഡിലൂടെയൊക്കെ നമുക്ക് നടക്കാനുള്ള പാതയും അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്കും ഒക്കെ ആയിട്ടുള്ള സെപ്പറേറ്റ് ട്രാക്കുകളും വഴികളും പാതകളും ഒക്കെ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെ എല്ലാം വേസ്റ്റ് കൂട്ടിയിടുകയും ഈ മണ്ണെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റാത്തില്ലാത്ത ഒരവസ്ഥയായിരിക്കും. ഇവിടെ ഭയങ്കര വ്യത്യസ്തമായിട്ട് അതെല്ലാം ഒരുക്കി അതിൻ്റെ ടാറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് ഞാൻ മിസ് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ പകർത്തുന്നത്. ശരിക്കും അയർലൻഡിന് ഗ്രാമ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. പശുക്കളിക്കുന്നുണ്ടോ ഒരേ കളറിലുള്ള പശുക്കൾ മെയ്യുന്ന പുൽത്തടികൾ കേട്ടോ. തൊട്ടിപ്പുറത്ത് ചെമ്മരിയാടുകൾ മെയ്യുന്നത്. ഇതുപോലുള്ള കൂടുതലും ഗ്രൗണ്ടുകളാണ് ഫുള്ള്. ആ ദൂരെ കാണുന്ന വെള്ളത്തിൽ കാണുന്ന മുഴുവൻ ചെമ്മരിയാടുകളാണ് കേട്ടോ. സൂപ്പർ ഉണ്ടോ. ലേക്കും കാണാം. ലേക്കിൻ്റെ സൈഡ് വശങ്ങളിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടെർമോൺബറി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം റോസ് കോമൺ ആയിട്ടുണ്ട് കൗണ്ടി. റോസ് കോമണിലേക്ക് നമ്മൾ റോസ് കോമൺ ആകാറായിട്ടുണ്ട്. ഏകദേശം നമ്മൾ വഴി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് വിൻഡ് ഫാം എന്ന് പറയുന്നത് കുള്ളിയാങ് വിൻഡ് ഫാം എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 2000 ടർബൈൻസും അതുപോലെ തന്നെ 18 ജനറേറ്റർ കപ്പാസിറ്റിയുമുള്ള 11.9 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററുകളാണ്. വിൻഡ് ഫാമാണ് ഈ കാണുന്നത്. 2000-ലാണ് ഇതിവിടെ ബിൽഡ് ചെയ്തത്. ഇത് ഏകദേശം 8000 മുതൽ 9500 വീടുകൾക്ക് വരെ വൈദ്യുതി ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. 2,20,000 യൂറോയുടെ വൈദ്യുതി ഇതുവരെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അടിപൊളി വീടുകൾ, വലിയ മോഡൽ വീടുകളാട്ടോ. സൂപ്പർ വീട്. സ്ട്രോക്സ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ തന്നെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കും. മാപ്പ് എടുത്ത് വെച്ച് മാപ്പിൽ നോക്കും. ഇതുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ നോക്കി എത്തിയിരിക്കുകയാണ്. നാട്ടിലെ ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സീറ്റ് ഇതുപോലത്തെ സീറ്റാണ്. സീറ്റിലാണ് നമ്മൾ ഇങ്ങോട്ട് ഇരുന്നത് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്.
ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ബസ്സിൻ്റെ കാഴ്ച. ബസ് നമ്മളവിടെ പാർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഇന്ന് സീറോ മലബാർ സഭയുടെ ഓൾ അയർലൻഡിലെ എല്ലാ മലയാളികളും വരുന്ന ഒരു 10,000 ആളുകൾ വരുന്നു. കുർബാന നടക്കുകയാണ്, തിരുക്രമങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. മാതാവിൻ്റെ വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ നോക്കിൽ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകണം. ചായ അല്ല, കോഫിയാണ്. കോഫി ഒരു ചിപ്സ് നടന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഇവരുമുണ്ട്. എങ്ങനെയുണ്ട് ക്യാപ്പിച്ചിനോ? കൊള്ളാം. നല്ലല്ലേ? നമ്മൾ ഓർഡർ ചെയ്ത ചിപ്സ് വന്നു. ഇനിയിപ്പോൾ നമുക്ക് കുത്തി തിന്നാം. നല്ലതാണോ? ടേസ്റ്റ് ഉണ്ടോ? അല്ലേ? റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു കാപ്പ് പിടിച്ചു, പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടെയാണ് പള്ളി. അപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് നോക്കിൻ്റെ ഒരു വെൽക്കം ബോർഡുണ്ട്. ഇതിനകത്ത് 1879 21 ഓഗസ്റ്റിലൊക്കെ ഇത് പള്ളി തുടങ്ങിയും മാതാവ് പ്രത്യക്ഷപ്പെട്ടതും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ നോക്കിൽ വന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ടൊരു പള്ളിയാണ് കേട്ടോ. 1879 ഓഗസ്റ്റ് മാസം 21-ാം തീയതി 15ഓളം വരുന്ന പല പ്രായത്തിലുള്ള ആൾക്കാരിലേക്ക് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. മാതാവ് മാത്രമല്ല, മാതാവ് ഔസേപ്പ് പിതാവ്, ജോൺ ഓഫ് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞ ഇവാഞ്ചലിസ്റ്റ് അടക്കം 3 പേരും ഒരുമിച്ച് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ഏകദേശം 2 മണിക്കൂറോളം അവരുടെ പ്രത്യക്ഷപ്പെടൽ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഞാൻ കയറി ചാപ്പലിലാണ് അവർ പ്രത്യക്ഷപ്പെട്ടത്. അവർ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു അൾത്താരയും അതുപോലെ തന്നെ ഒരു പള്ളിയുമായി ചാപ്പലുമായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർക്ക് കയറി പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഈ വേളാങ്കണ്ണിയിലൊക്കെ എത്തുന്ന പോലെ തന്നെ പല ചർച്ചുകളും അതുപോലെ തന്നെ പള്ളികളും അതിനുള്ള പ്രാർത്ഥന പ്ലേസുകളുമാക്കി തിരിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഇവിടുത്തെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. 1879 പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ഇവിടെ വർഷങ്ങളോളം ആൾക്കാർ വരികയും എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മാർപ്പാപ്പ അടക്കമുള്ള ആളുകൾ, മാർപ്പാപ്പ ഒക്കെ ഇടയ്ക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ US പ്രസിഡൻ്റൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാർപ്പാപ്പയൊക്കെ വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു ചരിത്രം പറയുന്ന ഭയങ്കര ഒരു പള്ളിയാണ്. അയർലൻഡിലെ ഏറ്റവും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നോക്ക് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ കൊല്ലത്തെയും വന്നപ്പോഴത്തേനും ഞങ്ങൾ ഇതുപോലെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മൾ വീഡിയോ പകർത്തുന്നതാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇവിടെ കയറി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പള്ളിയിലേക്ക് കയറാൻ പോവുകയാണ്, അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ പള്ളിയുടെ ചുറ്റും നിരവധിയായിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളും അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുപാട് രൂപങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. പ്രദേശം മുഴുവൻ ഒരു വിശുദ്ധ സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് കോമ്പൗണ്ട് മുഴുവൻ. നടക്കാൻ മേലാത്തവരൊക്കെ ആണെങ്കിൽ ഇതാണ്ട് അവിടെ ബാറ്ററി വണ്ടി, ബഗ്ഗി വണ്ടി ഇവിടെ അവൈലബിൾ ആണ്. ആ വണ്ടിയിൽ നമുക്ക് കയറിപ്പോകാം. അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ഇതുവഴി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടപ്പുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ ഒന്ന് പെട്ടു പോകണ്ടെന്ന് വേണ്ട. വലിയൊരു കോമ്പൗണ്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇതാണ്. ഇതുണ്ടോ, നമ്മളിവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും സ്ഥലങ്ങളുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ടതും ബസലിക്കയായിട്ടുള്ള മ്യൂസിയം ഉണ്ട്, കാർ പാർക്കിംഗ് ഉണ്ട്, നോക്ക് ഹൗസ് ഹോട്ടൽ പാർക്കുണ്ട്, സൗത്ത് കാർ പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ കുറേ കാർ പാർക്കിംഗ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഹോളി വാട്ടർ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് ഈ മാപ്പിൽ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Jaya Sobhagama
അപ്പോൾ കുർബാന കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പം പ്രദക്ഷിണമാണ്. അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെണ്ടമേളമൊക്കെ പരിപാടി തുടങ്ങി. അങ്ങനെ നോക്ക് പള്ളിയിലെ കുർബാനയെല്ലാം കഴിഞ്ഞ് അതിന് ചുറ്റുമായിട്ട് പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ എമർജൻസി ആംബുലൻസ് ഒക്കെ വന്നിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ഇതുപോലുള്ള എമർജൻസി സർവീസുകൾ, ആംബുലൻസ് പോലുള്ള എല്ലാം വന്ന് കിടക്കും. അപ്പോൾ അവിടെ പരിപാടി നടക്കുന്നു. ഇവിടെ നോക്കിലെ കുർബാനയുടെയും അതുപോലെ തന്നെ സെലിബ്രേഷൻ്റെ എല്ലാം കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നിത്യാരാധനയും അതുപോലെ തന്നെ കൺഫെഷനും ഒക്കെ സംസാരമൊക്കെ നടക്കുന്നതായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. നമ്മൾ അതിനകത്തേക്ക് കയറുകയാണ്. കാണുന്ന തൂണ് ഡോണകൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന തൂണെന്ന് പറഞ്ഞാൽ ഈ കല്ലുകൾ. അതുപോലെ തന്നെ ഇത് കണ്ടോ, വെസ്റ്റ് മീത്തിൽ നിന്ന് കൊണ്ടുവന്ന. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ തൂണാണ് ഇങ്ങനെ. ഇത് കണ്ടോ, ഇതുപോലുള്ള ഒരുപാട് പില്ലറുകളുണ്ട് ഇതിന് ചുറ്റും. അപ്പോൾ അത് പല സ്ഥലത്തു നിന്ന് ഇതുണ്ടോ കൊണ്ടുവന്നതാണ്. ഇതുണ്ട്, ഇതാണെങ്കിൽ കിൽഡെയർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ആനാമ്പലം എടുക്കുക. ഇതുണ്ടോ, അതുപോലെ വെഞ്ചരിച്ച വെള്ളമാണ് ഈ പൈപ്പിനകത്തോട് വരുന്നത്. ഈ ഭാഗങ്ങളെല്ലാം ഉണ്ട്. നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് നമ്മുടെ വണ്ടി എടുത്തെത്തി. ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് മേടിച്ച് ഇതേ ഫുഡ് കൊടുക്കും. കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ചേട്ടാ ഫുഡ് കഴിക്കുകയാണ്. സ്പൂൺ തീർന്നോ? അത് സാറില്ല, കൈ കൊണ്ട് കഴിക്കാം. താങ്ക് യു. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ച് ഫുഡ് കഴിച്ച് എൻ്റെ പഴമൊക്കെ കൈപിടിച്ച് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുന്ന കാഴ്ചകൾ ഇനി കാണാം. ഇത് കണ്ടോ, ഇവിടുത്തെ ഈ വണ്ടികളുടെ ടൂറിസ്റ്റ് ബസ്സാണ്. ഇവിടുത്തെ വണ്ടികളുടെ എമർജൻസി എക്സിറ്റ് കണ്ടോ, ആകെ ഇത്രേ തുറക്കത്തുള്ളൂ ഗ്ലാസിൻ്റെ ഇവിടെ. ഇപ്പോൾ നമ്മൾ ഈ വന്ന ഈ വണ്ടി കണ്ട്, ഈ ടൂറിസ്റ്റ് ബസ് നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ അതേപോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ മോഡൽ വ്യത്യാസമാണ്. പിന്നെ മുകൾ ഭാഗത്തിനൊക്കെ വ്യത്യാസം കണ്ടോ. അത് ഈ കാറ്റ് പിടിക്കാതിരിക്കാനൊക്കെ അറേഞ്ച് ചെയ്തായിരിക്കും. ഇതെല്ലാം ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകളാണ്. ഇതാണ് നമ്മൾ ഡ്രൈവർ. ഇതുണ്ടോ, ഇൻഷുറൻസും അതുപോലെ ടാക്സും അതുപോലെ തന്നെ ഇന്റർനാഷണൽ റോഡ് ട്രാൻസ്പോർട്ട് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പേപ്പറും കൂടെ വെക്കണം. എന്ന് വരെയുള്ള വാലിഡിറ്റി. അങ്ങനെ ഇതുപോലെ വണ്ടിയുടെ ഫ്രണ്ടിൽ പ്രദർശിപ്പിക്കണം. എല്ലാ വണ്ടിക്കും ഇങ്ങനെ തന്നെയാണ്. താഴെ സ്റ്റോറേജ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ എല്ലാം നമുക്ക് കണ്ടുകൂട്ടാം. അതുവരെയൊക്കെ എല്ലാവരും ഗുഡ് ബൈ. ഇതിനോടെ ഭയങ്കര അന്താക്ഷരി പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ചേട്ടാ, മറ്റേ ഡാൻസ് ഉണ്ട്. അത് രണ്ടുപേരും ഉണ്ട്.